ചോദ്യം നമ്പർ 63 പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി. സർ, എല്ലാ ഗ്രാമീണ വീടുകളിലും ടാപ്പ് വഴി ശുദ്ധജലം ലഭ്യമാക്കുന്നതിനായി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ജലജീവൻ മിഷൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. മിഷൻ പീരീഡ് 2024 തുടക്കത്തിൽ നിശ്ചയിച്ചിരുന്നു. പിന്നീട് 2025 വരെ ദീർഘിപ്പിക്കുകയും 25-26 കേന്ദ്ര ബജറ്റിൽ കാലാവധി 2028 വരെ നീട്ടിയതായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 2020 പദ്ധതി പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് 17.50 ലക്ഷം വീടുകളിൽ മാത്രമാണ് കണക്ഷൻ ഉണ്ടായിരുന്നത്. അതായത് 25.06%. ജജഎമ്മിലൂടെ 54.45 ലക്ഷം കുടിവെള്ള കണക്ഷൻ നൽകാനായി 44,714.79 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതിൽ 21.13 ലക്ഷം കണക്ഷനുകൾ നൽകി. നിലവിൽ സംസ്ഥാനത്ത് ഗ്രാമീണ മേഖലയിൽ ആകെയുള്ള 69.82 ലക്ഷം വീടുകളിൽ 38.62 ലക്ഷം വീടുകളിൽ കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കിയിട്ടുണ്ട്. അതായത് 55.31%. വിവിധ സ്കീമുകളിലായി നാളിതുവരെ 5546 വർക്ക് പാക്കേജുകളിലായി നടപ്പിലാക്കി വരുന്ന പ്രവർത്തികളിൽ 3214 പ്രവർത്തികൾ നിലവിൽ പൂർത്തിയാക്കി കഴിഞ്ഞു. 1770 പ്രവർത്തികൾ വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിച്ചു വരുന്നു. ബാക്കി പ്രവർത്തികൾ ടെൻഡർ നടപടി പുരോഗമിച്ചു വരുന്നു. പദ്ധതി പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ സംസ്ഥാനത്ത് 3 ജില്ലകളിൽ മാത്രമാണ് 25% മുകളിൽ കുടിവെള്ള കണക്ഷൻ കവറേജ് ഉണ്ടായിരുന്നത്: ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ. ഇപ്പോൾ 7 ജില്ലകൾ 50% മുകളിൽ കവറേജ് കൈവരിച്ചു കഴിഞ്ഞു: കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, കണ്ണൂർ, തൃശ്ശൂർ. 3 ജില്ലകൾ 45% മുകളിൽ കവറേജ് കൈവരിച്ചു: പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം. മറ്റ് ജില്ലകൾ 30% മുകളിൽ കവറേജ് കൈവരിച്ചു. പദ്ധതി തുടങ്ങുമ്പോൾ ഒരു പഞ്ചായത്തിലും 100% കവറേജ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 117 പഞ്ചായത്തുകൾ 100% കവറേജ് കൈവരിച്ചു. 403 പഞ്ചായത്തുകൾ 53%, 9 നിയമസഭാ മണ്ഡലങ്ങളിലും 100% കവറേജ് കൈവരിക്കാൻ കഴിഞ്ഞു. ധർമ്മടം, കല്യാശ്ശേരി, കണ്ണൂർ, ബേപ്പൂർ, വൈപ്പിൻ, എറണാകുളം, കൊച്ചി, അരൂർ, വൈക്കം നിയോജക മണ്ഡലങ്ങൾ പൂർണ്ണമായി 100% കവറേജ് കൈവരിച്ച നിയോജക മണ്ഡലങ്ങളാണ്. ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ നൽകിയ കണക്ഷനുകൾ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഒരുപാട് പേര് ചോദ്യം ടേബിൾ ചെയ്യാം. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, ചോദ്യവും ചുരുക്കി ചോദിച്ചാൽ ഒരുപാട് അവസരം കൊടുക്കാം. സർ, കേരളമാകെ ശുദ്ധജലം എത്തിക്കുന്നതിന് ജലജീവൻ മിഷൻ പദ്ധതിയിലൂടെ അങ്ങ് വലിയ ശ്രമം നടത്തുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അത് സർ, സാമ്പത്തികമായ പ്രയാസം മൂലം അത് എത്രത്തോളം പൂർത്തീകരിക്കാൻ കഴിയുമെന്നതിൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കുകയാണെങ്കിൽ സർ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആ വെബ്സൈറ്റിൽ പ്ലാനിങ് ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ രേഖയെടുത്ത് പരിശോധിച്ചാൽ അവിടെ കേരളവും കേന്ദ്രവും ഒരുപോലെ സമയബന്ധിതമായി കൊടുക്കേണ്ടുന്ന പണം നൽകാത്തത് മൂലം ഒരുപാടേറെ സംഖ്യ പണം നഷ്ടപ്പെടുകയാണ് സർ. 2019 മുതലുള്ള കണക്ക് എൻ്റെ കയ്യിലുണ്ട്, കിട്ടിയത്. കേന്ദ്രത്തിന് 1804 കോടി രൂപ വകയിരുത്തി 1353 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാന സർക്കാർ സമയബന്ധിതമായി വിഹിതം അനുവദിക്കാത്തതിനാൽ 451 കോടി രൂപ നഷ്ടപ്പെട്ടു. സാർ, ഞാൻ എല്ലാ വർഷത്തെയും വായിക്കുന്നില്ല. 2023-24 ഏകദേശം 671 കോടി രൂപയാണ് നഷ്ടപ്പെട്ടത്. 2024-25 ഏകദേശം 975 കോടി രൂപ നഷ്ടപ്പെട്ടു. സാർ, അത് സമയബന്ധിതമായി നൽകാത്തതുകൊണ്ടാണ്. മൊത്തം ഈ 2019 മുതൽ 2345 കോടി രൂപയാണ് നഷ്ടപ്പെട്ടത്. ജലജീവൻ മിഷൻ പദ്ധതി ആരംഭിച്ച് 2019 നാളിതുവരെ കേന്ദ്രവിധമായി ആനുപാതികമായി സംസ്ഥാന വിഹിതം യഥാസമയം കൊടുക്കാത്തത് കൊണ്ടാണ് ഈ സംഖ്യ 2345 കോടി രൂപയും നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ 2022-23 സാമ്പത്തിക വർഷം വകയിരുത്തതുപോലെ കേന്ദ്രവിഹിതം അനുവദിക്കുന്നവർക്ക് യഥാസമയം സംസ്ഥാന വിഹിതം അനുവദിച്ചിരുന്നെങ്കിൽ ഈ സംഖ്യ നഷ്ടപ്പെടില്ലായിരുന്നു. സർ, ഇപ്പോൾ അങ്ങ് തന്നെ നൽകിയ മറുപടി അനുസരിച്ച് 17,000 കോടി രൂപ ഇത് പൂർത്തീകരിക്കാൻ വേണം. സർ, ഈ തുകയടക്കം കരാറുകാർക്ക് കൊടുക്കാനുള്ള സംഖ്യയടക്കം ഇത് ഉണ്ടാക്കി എങ്ങനെയാണ് സർ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുക? അതിനുള്ള പരിഹാരം എന്താണ് അങ്ങ് സ്വീകരിക്കാൻ പോകുന്നത്? ഇതിനെ സംബന്ധിച്ച് ഒരു ആശങ്കയും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കേന്ദ്ര വിഹിതം നൽകിയതനുസരിച്ചുള്ള സംസ്ഥാന വിഹിതം നമ്മൾ നൽകിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? 500 കോടി രൂപയും കൂടി സ്റ്റേറ്റ് കൊടുത്തിരിക്കുക, കേന്ദ്ര വിഹിതം കിട്ടിയിട്ടില്ല. 500 കോടി ഇപ്പം നമ്മൾ സർപ്ലൈസായി കൊടുത്തിരിക്കുക. കേന്ദ്രം ഒരു വർഷമായിട്ട് ഇപ്പം നമുക്ക് പണം അനുവദിച്ച് തരുന്നില്ല. 2028 വരെ ദീർഘിപ്പിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും തുടർ നടപടികളൊന്നും തന്നെയും ആയിട്ടില്ല. എങ്കിലും സംസ്ഥാനത്ത് ഈ ജോലി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കരാറുകാർക്ക് കൊടുക്കേണ്ട തുക ഉൾപ്പെടെ
കൊടുത്തു തീർത്ത് സമയബന്ധിതമായി പണി പൂർത്തീകരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ലോൺ എടുക്കാൻ തീരുമാനിച്ചത്. അതിന് ഗവൺമെൻറ് അനുമതി കൊടുത്തു, തുടർ നടപടി സ്വീകരിച്ചു വരുന്നു. കരാറുകാർക്ക് ലഭ്യമാകേണ്ട തുകയും കൂടി കൊടുത്തു കഴിയുമ്പോൾ ഉദ്ദേശിച്ചതിനേക്കാൾ സ്പീഡിൽ പ്രവർത്തികൾ പൂർത്തിയാക്കാനായിട്ട് കഴിയും. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട MLA മണ്ഡലത്തിൽ നല്ല നിലയിൽ ആ പണികൾ പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈയിടെയോടെ വന്നായിരുന്നല്ലോ. അവിടെ കാണേണ്ട വിഷയം ആകെ വീടുകൾ 44,025 ഈ ജലജീവൻ മിഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നത് 18% കണക്ഷൻ. അതായത് 7,939 വീടുകളിലാണ് വെള്ളം ഉണ്ടായിരുന്നത്. ജയം വന്നതിന് ശേഷം കണക്ഷൻ നൽകിയത് 18,911. അതിൻ്റെ അർത്ഥം ഇപ്പോൾ 26,900 കണക്ഷൻ കൊടുത്തു. അങ്ങയുടെ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ 18% നിന്ന് 62% കുടുംബങ്ങളിൽ വെള്ളം എത്തിക്കഴിഞ്ഞു. ഇതാണ് എൻ്റെ സ്ഥിതി. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ കൂട്ടായ പരിശ്രമമേ ആവശ്യമുള്ളൂ. ഇതിൽ യഥാർത്ഥ MLAമാർക്ക് അതാത് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇക്കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യാം. കേന്ദ്ര വിഹിതത്തിന് അനുസൃതമായ സ്റ്റേറ്റ് വിഹിതം കൊടുത്തു. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 500 കോടി രൂപ ഇപ്പോൾ സ്റ്റേറ്റ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ആ വിഹിതം കിട്ടിയിട്ടില്ല. ഇനി അത് കാത്തിരിക്കുന്നത് ശരിയല്ല. ഇവിടെ ജോലി നടത്തിയതിന് പണം കൊടുക്കണം, ബാക്കി പണി പൂർത്തീകരിക്കണം. അതിനുവേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോയി ക്യാബിനറ്റ് അംഗീകാരം കൊടുത്തു. ആ തുക കൂടി ലഭ്യമാക്കി കൊടുക്കുമ്പോൾ കുറെ കൂടി ഊർജിതമായി ഈ പ്രവൃത്തി പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചുള്ള മുന്നേറ്റമാണ് ഇതിൽ ആവശ്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. തീർച്ചയായും സമയബന്ധിതമായി കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. സർ, ഈ മലപ്പുറം ജില്ലയിൽ തൊട്ടടുത്ത അതിൻ്റെ ജില്ലയിലടക്കമുള്ള എൻ്റെ മണ്ഡലത്തിലടക്കമുള്ള പ്രദേശത്ത് ഈ കുടിവെള്ളം നടപ്പിലാക്കുന്നതിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കേണ്ടതായി വരുന്നുണ്ട്. പഞ്ചായത്തും മറ്റ് ഗവൺമെൻറ് ഏജൻസികളുമൊക്കെ ഈ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ തയ്യാറാണ്. അതിന് വില നിശ്ചയിച്ച് കിട്ടാത്തത് കാരണം ഈ സ്ഥലം ഏറ്റെടുത്ത് ടാങ്ക് നിർമ്മാണവും അല്ലെങ്കിൽ പ്ലാന്റ് നിർമ്മാണവും ഒക്കെ നടക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ വളാഞ്ചേരി, ഇരുമ്പനാട്, മാരാക്കര അടക്കമുള്ള പ്രദേശത്ത് ടാങ്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കാനും അതിന് പണം നൽകാനും അത് പണം കെട്ടിവെക്കാനും പഞ്ചായത്ത് തയ്യാറായിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനാവശ്യമായ അനുവാദം ലഭിക്കുന്നില്ല. അത് അനുവാദം ലഭിക്കാത്തത് കൊണ്ട് ആ കുടിവെള്ള പദ്ധതി മുടങ്ങിക്കിടക്കുകയാണ്. അത് ഏറ്റവും എളുപ്പം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാൻ കഴിയുമോ സർ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു തടസ്സം ഉണ്ടെങ്കിൽ അടിയന്തരമായി ഇടപെടും. മാത്രമല്ല, ഇതിൽ നല്ല സുതാര്യമായ ഇടപെടലാണ് ഗവൺമെൻറ് നടത്തിയത്. സ്ഥലം എടുക്കുന്നതിന് വേണ്ടി വരുന്ന പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി പല തട്ടിലായി പല ചർച്ചകളും നടന്നു. കേരളത്തിലെ ഈ പദ്ധതിക്ക് വേണ്ടി നമുക്ക് ആവശ്യം വേണ്ടി വന്നത് സർക്കാർ ഭൂമി 92.86 ഏക്കർ സ്ഥലമാണ്. എന്നാൽ ഇതോടകം നമുക്ക് ലഭിച്ചത് 89.61 ഏക്കർ ലഭിച്ചു. ഇനി നമുക്ക് ലഭിക്കാനുള്ളത് 4.60 ഏക്കർ മാത്രമേ ഉള്ളൂ. ഗവൺമെൻറ് ഭൂമിയുടെ കാര്യം മാത്രം. ഇനി സ്വകാര്യ ഭൂമി എടുത്താൽ 97.69 ഏക്കർ വേണ്ടിയിരുന്നിടത്ത് 77.9 ഏക്കർ സ്ഥലം ലഭിച്ചു. ഇനി നമുക്ക് 7.32 ഏക്കർ മേഖലയിലാണ് സ്ഥലം ലഭ്യമാകാനായിട്ടുള്ളത്. ഇത് സ്ഥലം എടുക്കുന്നതും ഈ ഭൂമി വാങ്ങിക്കുന്നതിലൊക്കെയുള്ള വിഷയങ്ങൾ സുതാര്യമായി ചെയ്യുന്നതിന് മാർക്കറ്റ് വാല്യൂയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഭൂമി ലഭ്യമാകാനുള്ള സാധ്യതയുള്ളൂ. പല പഞ്ചായത്തുകളും പണം കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ നിലവിലുള്ള ഫെയർ വാല്യൂ അനുസരിച്ച് ആരും ഈ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് ജില്ലാ കളക്ടർമാർക്ക് അതനുസരിച്ചുള്ള കാര്യങ്ങൾ നടത്തുന്നതിനാവശ്യമായ നിർദ്ദേശം ഗവൺമെൻറ് ഉത്തരവായി തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അവരിത് പാലിക്കപ്പെടുന്നുണ്ട്. എവിടെയെങ്കിലും തടസ്സങ്ങളോ തർക്കങ്ങളോ ഉണ്ടെങ്കിൽ MLAമാർക്ക് ബന്ധപ്പെടാം. അതല്ല, ഗവൺമെൻറ് തലത്തിൽ പരിഹരിക്കേണ്ടതാണെങ്കിൽ ഗവൺമെൻറ് തലത്തിലും അക്കാര്യത്തിൽ ഇടപെട്ട് സ്ഥലലഭ്യത ഉറപ്പുവരുത്തി പദ്ധതി തടസ്സപ്പെട്ടു പോയാൽ പൂർണ്ണമായും അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് ആ വിഷയത്തിൽ ഗൗരവപൂർവമായ സമീപനം സ്വീകരിക്കാവുന്നതാണ്. ശ്രീ എന്നെ നെല്ലിക്കുന്നു. സർ, ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി പൊട്ടിപ്പൊളിച്ച റോഡുകൾ, അത് പഞ്ചായത്ത് റോഡുകളുണ്ട്, PWD റോഡുകളുണ്ട്. കേരളത്തിൽ അങ്ങനെ 45,000 കിലോമീറ്റർ റോഡുകൾ ഉണ്ട് എന്നതാണ് കണക്ക്. ഇത് പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ചില സ്ഥലങ്ങളിൽ പഞ്ചായത്ത് അവരുടെ ഫണ്ട് ഉപയോഗിച്ച് ഈ റോഡ് നന്നാക്കിയിട്ടുണ്ട്. അപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനെയുള്ള സ്ഥലത്ത് കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഈ പൈപ്പ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടോ? എന്തെങ്കിലും പരിഹാര മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? പഞ്ചായത്ത് റോഡുകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും റോഡുകൾ ഒരുമിച്ച് പൊളിക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിട്ട് കാണില്ല. അത് നമ്മൾ ഒന്ന് വിലയിരുത്തേണ്ട പ്രശ്നം തന്നെയാണ്. ഇതിൻ്റെ ഭാഗമായി ഏകദേശം 1,02,000 കിലോമീറ്റർ പൈപ്പ് ലൈൻ പഞ്ചായത്ത് റോഡുകളിൽ സ്ഥാപിക്കേണ്ടതുണ്ട്. കേരളത്തിൽ 1,00,000 കിലോമീറ്റർ പൈപ്പ് ലൈൻ. അതിൽ ഏകദേശം 56,813 കിലോമീറ്റർ പൈപ്പ് ലൈൻ പഞ്ചായത്ത് റോഡിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. അതിൽ 31,079 കിലോമീറ്റർ റോഡ് പുനഃസ്ഥാപിക്കുകയും ചെയ്തു.
അപ്പോൾ ഇത്രയും വലിയൊരു പദ്ധതി നടക്കുമ്പോൾ പഞ്ചായത്ത് റോഡുകളിൽ അത് പുനഃസ്ഥാപിച്ചു വരുന്നതിന് ചില സ്ഥലത്തൊക്കെ ചില താമസം നേരിട്ടിട്ടുണ്ടാവും. കോൺട്രാക്ടർമാരുടെ രീതിയിൽ ചില അലംഭാവവും അവർക്ക് സാമ്പത്തികമായി എന്നോട് നല്ലൊരു കോൺട്രാക്ടർ പറഞ്ഞു, പണം നൽകാതെ കുഴി അടയ്ക്കാൻ നിർവാഹമില്ല. ഒരു വശം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എഗ്രിമെൻ്റ് വെക്കുന്ന അടിസ്ഥാനത്തിൽ തന്നെ ടെമ്പററിയായി റിസ്റ്റോർ ചെയ്ത് കൊടുക്കുക. പെർമനൻറ്റ് റിസ്റ്റോറേഷനെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കാം. അതുപോലും അഭാവം കാണിക്കുന്നുണ്ട്, അലംഭാവം കാണിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർ നല്ലവണ്ണം ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ പഞ്ചായത്തുകളിൽ ഈ ഫണ്ട് നമുക്ക് ആദ്യഘട്ടം വന്ന 1ഉം 2ഉം സ്ട്രെഞ്ചിൽ ഈ റോഡ് റിസ്റ്റോറേഷൻ ആവശ്യമായ പണം അനുവദിക്കപ്പെട്ടിരുന്നില്ല. പിന്നീടാണ് ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് പലതവണ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി നമ്മുടെ വിഷയങ്ങളും സാഹചര്യമെല്ലാം ബോധ്യപ്പെടുത്തിയപ്പോൾ അതിന് അഡീഷണലായി ഫണ്ട് അനുവദിച്ചു. അങ്ങനെ അനുവദിക്കപ്പെട്ട ഫണ്ട് ഏറ്റെടുത്ത കോൺട്രാക്ടർ മുഖാന്തരം തന്നെ ആ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ലഭ്യമാകും. ഇനി ആ കോൺട്രാക്ട് ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പഞ്ചായത്ത് ആ വർക്ക് ചെയ്തതിന് ശേഷം ആ തുക റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് ഇതിനാവശ്യമായ തുകയും കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്ത് റോഡുകൾ തകരുന്നു എന്ന് പറയുന്നത് ഈ റോഡ് പൊളിക്കുന്ന ഭാഗം റിസ്റ്റോർ ചെയ്യാനുള്ള തുകയെ ജലജീവൻ മിഷൻ്റെ ഭാഗമായിട്ടുള്ളൂ. പക്ഷെ അത് പൊളിക്കുമ്പം റോഡ് മൊത്തം നന്നാക്കണം എന്ന് വന്നു കഴിഞ്ഞാൽ അത് പ്രായോഗികമായി ചില ബുദ്ധിമുട്ട് വരും. അത് പഞ്ചായത്ത് കമ്മിറ്റികളും ജനപ്രതിനിധികളും എല്ലാം കൂടി ആലോചിച്ച് അതിന് അതാത് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ പ്രശ്നം പരിഹരിക്കാൻ ഒരു പരിഹാര മാർഗ്ഗം കണ്ടെത്തലാണ് ആവശ്യം. എന്നാൽ ഇതിൻ്റെ ഭാഗമായി പൊളിച്ചിട്ടുള്ള റോഡുകൾ ഏതെങ്കിലും തലത്തിൽ ഇടപെടലിൻ്റെ കുറവ് കൊണ്ട് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാം. ശ്രീ യു എ ലത്തീഫ്. സർ, പദ്ധതി നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകും എന്ന ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ മറുപടിയിൽ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. എന്നെ നെല്ലിക്കുന്ന് സൂചിപ്പിച്ചതുപോലെ ജലജീവൻ പദ്ധതിക്ക് വേണ്ടി മഞ്ചേരി മണ്ഡലത്തിലെ കീഴാറ്റൂർ, തൃക്കങ്കോട് പഞ്ചായത്തുകളിൽ റോഡുകൾ വെട്ടിപ്പൊളിച്ചിടുകയും അത് റെസ്റ്റോർ ചെയ്യാത്തത് കൊണ്ട് ഗതാഗതത്തിന് വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നു. ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമോ? അതോടൊപ്പം പദ്ധതി പ്രകാരം വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്നത് പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. അത് വേഗത്തിൽ പൂർത്തിയാക്കി ജനങ്ങൾക്ക് കുടിവെള്ളം നൽകാൻ നടപടി സ്വീകരിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. സാർ, അതോടെ പറഞ്ഞ കാര്യം തന്നെയാണ്. അത് തീർച്ചയായിട്ടും പരിശോധിക്കാം. മഞ്ചേരി മണ്ഡലത്തിൽ അല്പം ഇഴഞ്ഞാണ് നീങ്ങുന്നത്. അതൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് MLA കൂടി ഒന്ന് പരിശോധിക്കണം. ഞാൻ ഈയിടെ അവിടുത്തെ പ്രോഗ്രാമിന് വരാൻ നോക്കിയിട്ട് അതെന്തോ ചെറിയ ശീതസമരം കാരണം പ്രോഗ്രാം തന്നെ വേണ്ടെന്ന് വെച്ചു മഞ്ചേരിയിൽ. അപ്പോൾ അതുകൊണ്ട് ആ വിഷയങ്ങളൊന്ന് കൂട്ടായിട്ട് പരിശോധിക്കാം. അവിടെ ഒരു നല്ല ഇടപെടൽ നടത്താം. ഏതായാലും കുടിവെള്ളം എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളത് ആവശ്യമാണല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ നല്ല പരിഗണന ഉണ്ടാവും. ശ്രീ മഞ്ഞളാംകുവേലി. സർ, ഇന്ത്യ രാജ്യത്ത് 2019 ആരംഭിച്ച ഒരു മഹത്തായ പദ്ധതിയിൽ ഒരു വർഷം വൈകി മാത്രം നമ്മൾ ഭാഗമായി അതിൽ വർഷങ്ങൾ പഴക്കമുള്ള എസ്റ്റിമേറ്റും പ്രോജക്റ്റുകളും സമർപ്പിച്ച് അംഗീകാരം നേടി ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുള്ള സർവേ കൊണ്ട് മാത്രം പ്രോജക്റ്റുകൾ ഉണ്ടാക്കുക, സംസ്ഥാന സർക്കാർ വീതം യഥാസമയം വകയിരുത്താതിരിക്കുക, ഭൂമി യഥാസമയം ഏറ്റെടുത്ത് നൽകാതിരിക്കുക, കരാറുകാരുടെ തുക യഥാസമയം നൽകാതിരിക്കുക, കേന്ദ്ര ഫണ്ട് യഥാസമയം വിനിയോഗിക്കുകയും വിനിയോഗ സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിന് നൽകാതിരിക്കുകയും ചെയ്യുക എന്ന ഗുരുതരമായ വീഴ്ചകൾ കാരണം ജലജീവൻ മിഷൻ പദ്ധതി കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞത് വെറും 54% വീടുകളിൽ മാത്രമാണ്. സർ, അത് പഴയ കണക്ഷൻ അടക്കം. സർ, എൻ്റെ ചോദ്യം, അങ്ങനെ രാജ്യത്തെ ഏറ്റവും പിന്നിൽ 34ാം സ്ഥാനത്താണ് സർ. നമ്മുടെ നാണം കെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കേരളം. ജലജീവൻ മിഷൻ പദ്ധതികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയ ഒരു മുന്നണിയുടെ സർക്കാരിന് ഇനിയും 36% വീടുകളിൽ കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവശേഷിക്കുന്ന ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് എത്ര വീടുകൾ എത്തിക്കാൻ കഴിയും, കുടിവെള്ളം എത്തിക്കാൻ കഴിയും, എത്ര ശതമാനം പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന്? ഏതായാലും പരിചയസമ്പന്നനായൊരു മെമ്പർ ഇങ്ങനെ ഒരു കാര്യം സൂചിപ്പിച്ചത് വളരെ നന്നായി. അല്ല, നിങ്ങൾ ഇടപെടണ്ട. മഞ്ഞളാംകുഴി അലിയെ പോലെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നോടൊന്ന് ശ്രദ്ധിച്ചേ, ഉത്തരം ശ്രദ്ധിക്ക്. ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ മിനിസ്റ്റർ പറഞ്ഞോ. പരിചയസമ്പന്നനായ ഒരു നിയമസഭാ അംഗം ഇത്തരത്തിലുള്ള ചോദ്യം ഉന്നയിച്ചത് സഭയിൽ എല്ലാവർക്കും ഇത്തരം കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അവസരമുണ്ടായി. ആദ്യം പരിഗണിക്കേണ്ടത് ഈ പറഞ്ഞ വാദഗതികളൊന്നും ശരിയാണോ, പിന്നെ ഗൂഗിളാണോ എങ്ങനെയാണോ ഇത്രയും വർക്ക് എടുത്ത് കിടക്കുക? എത്ര ദിവസം കൊണ്ടാണ് ഒരു റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ എസ്റ്റിമേറ്റ് പൂർത്തിയാക്കുന്നത്? ഈ ഗ്രാമത്തിലല്ല ഇത് അളന്ന് തിരിച്ച് പൈപ്പിടേണ്ട വഴി, ഓവർഹെഡ് ടാങ്ക് വേണ്ടത്, പ്ലാന്റ് വേണ്ടത്, ഈ സിസ്റ്റം എല്ലാം എടുക്കാൻ പറ്റുന്ന താമസം ഉണ്ടാക്കിയോ? ഏതാണ് പ്രശ്നം? എനിക്ക് മനസ്സിലായില്ല പറഞ്ഞ ഒരു കാര്യവും. ഇനി നമ്മുടെ മണ്ഡലം ഒന്ന് പരിശോധിക്കുക, അതിലേക്ക് പോകണ്ടല്ലോ.
ഇപ്പം 55% കൊടുത്തത് ആക്ഷേപകരമായി പോയി എന്നാണ് പറയുന്നതെങ്കിൽ 55% കൊടുത്തതിൽ അഭിമാനമുള്ളൊരു ഗവൺമെൻറ്റാണിത് എന്ന് മനസ്സിലാക്കണം. പറയട്ടെ, ഈ 55 ഞാൻ പറയട്ടെ. യെസ്, അങ്ങ് ചേർന്ന് നോക്കി സംസാരിച്ചോ മിനിസ്റ്റർ? അങ്ങ് ചേർന്ന് നോക്കി സംസാരിച്ചോ മിനിസ്റ്റർ? പ്ലീസ് അങ്ങ് ചേർന്ന് നോക്കി സംസാരിച്ചോ? പ്ലീസ് ഉത്തരം കേൾക്കാൻ ക്ഷമ കാണിക്കും. പ്ലീസ് ഉത്തരം കേൾക്കാൻ. അവിടെ ഇപ്പൊ ശബ്ദമില്ല. ഉത്തരം കേൾക്കാൻ ക്ഷമ കാണിക്കും. പ്ലീസ് പറയട്ടെ. ആരോടും പറയട്ടെ, അവിടെ ഇരിക്കുക. പ്ലീസ് അങ്ങ് പറഞ്ഞോ. ആദ്യമേ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അങ്ങ് പറഞ്ഞോ. യെസ്, നമ്മൾ ഈ ചോദ്യത്തിന്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞു. പ്ലീസ് അൻവർ അവിടെ ഇരിക്കും. യെസ്, മിനിസ്റ്റർക്ക് സംസാരിച്ചോ? ഇതിന്റെ ആരംഭത്തിൽ തന്നെ ഞാൻ പറഞ്ഞു. ഇത് അങ്ങോട്ട് പറയട്ടെ, എനിക്ക് പറയാൻ അവസരം തരൂ. മിനിസ്റ്റർ പ്ലീസ് ഞാൻ ചെയറിനെ അഡ്രസ് ചെയ്യൂ. ഇതാ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഇക്കാര്യത്തിൽ നല്ലവണ്ണം സഹകരിക്കുന്ന ജനപ്രതിനിധികളാണ് ഓരോരുത്തരും. അതിലൊന്നൊരു തർക്കം എനിക്കില്ല. ഗവൺമെൻറ് ഭാഗത്ത് ഇവിടെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയണ്ടേ? നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? 17 ലക്ഷം ഗാർഹിക കുടുംബങ്ങളിൽ മാത്രം കുടിവെള്ളം കൊടുക്കാൻ കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ ആരംഭിച്ചൊരു പദ്ധതി 3 വർഷക്കാലം കൊണ്ട് 54% പൂർത്തീകരിക്കാൻ കഴിഞ്ഞ് ഏതാണ്ട് 40 ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിയെന്ന് പറഞ്ഞാൽ അതെന്താ ക്ഷീണമാണോ? അതുപോലെ തന്നെ 8 ലക്ഷം ഗാർഹിക കുടുംബങ്ങളിലേക്ക് ആവശ്യമായ ലൈൻ ഇട്ടു. പക്ഷേ കണക്ഷൻ കൊടുക്കണമെങ്കിൽ പ്ലാന്റും അനുബന്ധ സൗകര്യങ്ങളും രൂപപ്പെടണം. 3-4 മാസക്കാലം കൊണ്ട് ആ പ്ലാന്റും ഓവർഹെഡ് ടാങ്കും സൗകര്യങ്ങളും രൂപപ്പെട്ടാൽ ഈ പറയപ്പെടുന്ന 40 എന്നുള്ളത് 48 ലക്ഷം കുടുംബങ്ങളിലേക്ക് എത്താൻ പോവുകയാണ്. ആ നിലയിൽ മുന്നേറുന്നൊരു സ്ഥലത്ത് ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങളല്ല നമ്മൾ ചിന്തിക്കപ്പെടേണ്ടത്. രാഷ്ട്രീയപരമായി ജലജീവൻ മിഷനെയും കുടിവെള്ളത്തെയും കാണരുത്. നമ്മുടെ മണ്ഡലം മഞ്ചലാംകുടി അലി സാഹിബിൻ്റെ മണ്ഡലം എടുത്താൽ എന്താ സ്ഥിതി? അവിടെ 58,061 കുടുംബമുള്ളത്. അവിടെ ഇതിന് മുമ്പുണ്ടായിരുന്ന കണക്ഷൻ 13,337 എന്ന് പറഞ്ഞാൽ 22.34%. MLA തന്നെ വിളിച്ചുകൂട്ടി മീറ്റിംഗ് നല്ല ഇടപെടൽ നടത്തി. ഞാൻ എതിർത്തില്ലല്ലോ. അതിൻ്റെ ഭാഗമായി അങ്ങയുടെ മണ്ഡലത്തിലുണ്ടായ വർധനം എത്രയാ? 76.93%. അത് ഇല്ലെങ്കിൽ പറയണം, തടസ്സമുണ്ടെ പറയണം. അതിൻ്റെ അർത്ഥം 13,000-ൽ നിന്ന് 45,000 വീട്ടിൽ കുടിവെള്ളം കൊടുത്തിട്ട് ആ പദ്ധതി ശരിയായില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? അതുകൊണ്ട് ഇക്കാര്യത്തിൽ സമഭാവനയോടെ ഒരു സമീപനമാണ് ആവശ്യം. ഒരു തർക്കത്തിനുമില്ല. പണം ഇച്ചിരി ബുദ്ധിമുട്ട് വന്നു, അതാണല്ലോ ലോൺ എടുത്തത്. ആ നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ മണ്ഡലത്തിലെയും പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയും കുടിവെള്ള വിതരണ പദ്ധതി ഒരുമിച്ച് വാട്ടർ അതോറിറ്റിയാണ് നടത്തുന്നത്. ഇതവിടെ കുറേ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയുടെ പ്രവർത്തനത്തിന് വേണ്ടി പ്രത്യേക സെക്ഷൻ അനുവദിക്കുമോ എന്നുള്ളതാണ്. ആ വിഷയം പ്രത്യേകമായി പരിഗണിച്ച് നമുക്ക് ചർച്ച ചെയ്യപ്പെടാം. ആ വിഷയം വാട്ടർ അതോറിറ്റിയായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട വിഷയമുണ്ട്. അതിൻ്റെ സമയോചിതമായി കാര്യങ്ങൾ ഇടപെട്ട് പോകുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാം. ശ്രീ പ്രമോദ് നാരായൺ. റാന്നി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ജലമിത്ര പദ്ധതിക്ക് സർക്കാർ നൽകുന്ന പിന്തുണ കൂടി പശ്ചാത്തലത്തിൽ ശബരിമല തീർത്ഥാടകർക്കായി കുടിവെള്ളം എത്തിക്കാൻ ഭാരിച്ച തുക ചെലവഴിച്ചുകൊണ്ട് ടാങ്കറുകളിൽ വെള്ളമെത്തിക്കുന്ന രീതി അവസാനിപ്പിക്കാൻ നിലയ്ക്കൽ നടപ്പിലാക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ ട്രയൽ റൺ വിജയിച്ച സാഹചര്യത്തിൽ വരാൻ പോകുന്ന തീർത്ഥാടനത്തിന് മുമ്പായി പദ്ധതി പൂർണ്ണമായി കമ്മീഷൻ ചെയ്ത് തീർത്ഥാടകർക്ക് പ്രയോജനകരമാക്കാൻ നടപടി സ്വീകരിക്കുമോ? നമ്മുടെ വാട്ടർ അതോറിറ്റിക്കും സംസ്ഥാന ഗവൺമെൻറ്റിനും എല്ലാം ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ബഹുമാനപ്പെട്ട റാന്നി MLA സൂചിപ്പിച്ചതുപോലെ കാലങ്ങളായി നിലയ്ക്കൽ വെള്ളം എത്തിച്ചിരുന്നത് ലോറികളിലും ട്രാക്ടറുകളിലും ഒക്കെയായിരുന്നു. എന്നാൽ അതിൻ്റെ ട്രയൽ റൺ നടന്നു. നമുക്കറിയാം, ശബരിമലയെ സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിലെ പുണ്യ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ആഗോള തീർത്ഥാടന കേന്ദ്രമായി മാറി വികസിച്ചു വരികയാണ്. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് നിലയ്ക്കൽ ബേസ് ക്യാമ്പിൽ എത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്കും പെരുന്നാട് പഞ്ചായത്തിലെ നിലയ്ക്കൽ, പ്ലാപ്പള്ളി, ലാഹ ഭാഗങ്ങളിലും ശീതത്തോട് പഞ്ചായത്തിലെ കുടിവെള്ളം എത്തുന്നതിനായി നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ശീതത്തോട് നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി. ഇതിൻ്റെ ഭാഗമായി ഈ മണ്ഡലകാലമാകുമ്പോഴേക്കും നമ്മൾ കുറേ കൂടി മെച്ചപ്പെടുത്തി അവിടെ ടാങ്കർ ലോറികളിലുള്ള കുടിവെള്ള വിതരണത്തിൻ്റെ രീതി കുറച്ചു കൊണ്ടുവന്ന് പൂർണ്ണതോതിൽ ശബരിമല വരുന്ന പുണ്യ തീർത്ഥാടകർക്ക്
കുടിവെള്ളം കൊടുക്കുന്ന പദ്ധതി ചരിത്രത്തിലാദ്യമായി നടപ്പിലാക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയെ മുന്നേറുന്നൊരു സ്ഥിതിയാണുള്ളത്. ഇത് നമുക്ക് അഭിമാനകരമാണ്, സംസ്ഥാനത്തിനും അഭിമാനകരമാണ്. ശ്രീ രമേശ് ചെന്നിത്തല. സർ, ഈ സംസ്ഥാനത്ത് ഇന്ന് ജലജീവൻ പദ്ധതി പരിപൂർണമായി നിലച്ചിരിക്കുകയാണ്. കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കാലാവധി കേന്ദ്ര ഗവൺമെൻറ് അവസാനിപ്പിച്ചു. നിർമ്മല സീതാരാമൻ എന്ന ധനകാര്യമന്ത്രി കഴിഞ്ഞ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത് 3 വർഷം കൂടി നീട്ടാൻ പോകുന്നുവെന്നാണ്. സർ, കേരളത്തിലേക്ക് ഒരു ടീമിനെ അയച്ചു കേന്ദ്ര ഗവൺമെൻറ്. ആ ടീം വന്ന് പരിശോധിച്ചു. സർ, എൻ്റെ നിയോജകമണ്ഡലമായ ഹരിപ്പാട് കുടിവെള്ള പദ്ധതി 16 വർഷമായി പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിക്കിടക്കുകയാണ്. ആ പദ്ധതി ഉൾപ്പെടെ 90 പദ്ധതികൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി കിട്ടാത്തത് കൊണ്ട് ഈ പദ്ധതികളൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലൊട്ടാകെ ഇതാണ് അവസ്ഥ. ഇതിനു വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് എന്തു ചെയ്യും? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിയും കൂടി കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് ഈ അടിയന്തരമായി നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ ജൽജീവൻ മിഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ. അതിനുള്ള നടപടി സ്വീകരിക്കും. വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു കാര്യമാണ് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഇവിടെ സൂചിപ്പിച്ചത്. മെമ്പർ സൂചിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സർക്കുലർ പ്രകാരം നമുക്ക് അത്തരം കാര്യങ്ങളിൽ പുതിയ എഗ്രിമെൻ്റ് വെച്ചത് മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരവസ്ഥ നിലവിലുണ്ട്. പക്ഷേ അതങ്ങനെ നിൽക്കാൻ കഴിയില്ല. ശക്തമായ ഇടപെടലുകൾ ആഴ്ചതോറും എന്നതുപോലെയുള്ള റിമൈൻഡർ ലെറ്ററുകളും ബന്ധപ്പെടലും നടത്തി മുന്നോട്ട് വരിക. പക്ഷേ ഇതിൻ്റെ ഭാഗമായി കേരളത്തിൽ ആരംഭിച്ച കുടിവെള്ള പദ്ധതികളിൽ ഏതെങ്കിലും ഒരു പോർഷൻ തീരാനുള്ളതുകൊണ്ട് മാത്രം ഒരു പദ്ധതി മുടങ്ങിപ്പോകാനായിട്ട് സാധ്യമല്ല. അങ്ങനെ മുടങ്ങിപ്പോയാൽ പ്ലാന്റ് തീർന്നു, പക്ഷേ ലൈൻ വലിക്കാൻ പറ്റിയില്ല, ഓവർഹെഡ് ടാങ്ക് വെച്ചു, ഡിസ്ട്രിബ്യൂഷൻ ലൈൻ കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പ്രോജക്റ്റ് ഏതെങ്കിലും കംപ്ലീഷൻ ചെയ്യാനായിട്ട് ബാക്കി നിൽക്കുന്നതായിട്ടുണ്ടെങ്കിൽ അത് പരിഗണിച്ചുകൊണ്ട് പ്രത്യേകമായി അനുമതി കൊടുത്ത വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു സ്ഥിതി സംസ്ഥാന ഗവൺമെൻറ് ആലോചിക്കുകയാണ്. കേന്ദ്രത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത് മാത്രം ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് തടസ്സമായി കണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതോടൊപ്പം കേന്ദ്രം ആണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ തടസ്സം ഉണ്ടാക്കി നിൽക്കുന്നത് എന്നുള്ള വിവരം എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. സംസ്ഥാനം ആവശ്യമായ ഷെയർ കേന്ദ്രം പറഞ്ഞ പ്രകാരം കൊടുത്തു. ഇപ്പോൾ നമ്മൾ 500 കോടി രൂപയുടെ സർപ്ലസ് ആയി കൊടുത്തു. എങ്കിലും കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ടുകളൊന്നും ഒരു വർഷക്കാലമായി കിട്ടുന്നില്ല. 2028 വരെ ദീർഘിപ്പിച്ചു എന്ന് പറഞ്ഞാലും തുടർ നടപടിയൊന്നും കേന്ദ്രത്തിൽ നിന്നുണ്ടായിട്ടില്ല. അത് ശക്തമായ നിലപാട് സ്വീകരിച്ചു പോകണം. നമുക്ക് ഒരുമിച്ച് ഇക്കാര്യത്തിൽ മൂവ് ചെയ്യാം. ആ പണവും കൂടി ലഭിക്കേണ്ടതാണ്, അവകാശപ്പെട്ടതാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സംയോജിത പദ്ധതിയായ ജലജീവൻ മിഷനിൽ സംസ്ഥാനം കൊടുക്കുന്ന ഷെയറിന് അനുസൃതമായി കേന്ദ്രം തരികയും കേന്ദ്രം ഇടുന്ന തുകയ്ക്ക് അനുസൃതമായി സംസ്ഥാനം കൊടുക്കുകയും ചെയ്യുക എന്നുള്ള സ്ഥലത്ത് ഇപ്പോൾ സംസ്ഥാനം മുന്നിട്ട് നിൽക്കുകയാണ്. നമുക്ക് തുക ലഭിച്ചിട്ടില്ല. പക്ഷേ ആരംഭിച്ച ജോലികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സം നേരിടാതിരിക്കാൻ ഗവൺമെൻറ്റിൻ്റെതായ എല്ലാ ഇടപെടലുകളും നടത്തി മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണുള്ളത്.